ഭയങ്കര ഹാപ്പിയില്ല ഈ വീഡിയോസ് എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതൊക്കെ. അതിൻ്റെ ഒന്നാമത്തെ റീസൺ എൻ്റെ യൂട്യൂബിലെ ഫസ്റ്റ് വീഡിയോ. പിന്നെ രണ്ടാമത്തെ കാരണം കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു ട്രിപ്പ് പോവുക. അതും എങ്ങോട്ടാ? മൂന്നാറിലോട്ട്. സോ അതിനായിട്ട് ഞാൻ ബസ് സ്റ്റാൻഡിലോട്ട് പോവുക. അതിന് മുമ്പ് വയറിച്ചിരി ഒന്ന് നിറയ്ക്കാൻ വേണ്ടി ഒരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചു. കാരണം വേറെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പം ഓറഞ്ച് ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞാൻ ബസ്സിൽ കയറി. വിൻഡോ സീറ്റായിരുന്നു. ഞാൻ ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് നമ്മളുടെ KSRTCയുടെ മിന്നൽ എഡിഷൻ ബസ്സാണ് തിരഞ്ഞെടുക്കുക. അതാകുമ്പോൾ പെട്ടെന്ന് എത്താം, ഇരുന്ന് മുഷിയില്ല. അങ്ങനെ എൻ്റെ ബസ് എറണാകുളത്തേക്ക് എടുക്കുകയാണ്. എറണാകുളം പോയിട്ടാണ് ഞങ്ങൾ മൂന്നാറിലോട്ട് പോകുന്നത്. ഞങ്ങളൊരു 5 അംഗ സംഘം ആണ് മൂന്നാറിലോട്ട് വിടുന്നത്. വരദ ചേച്ചി, സച്ചി, സനൽ, അഞ്ജന, ഞങ്ങൾ 5 പേരാണ് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്തോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നേരെ എറണാകുളം വിടുകയാണ്. അവിടെ ചേച്ചിയുടെ ഫ്ലാറ്റിൽ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെയാണ് പോകുന്നത്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്നെ 4 പേരും കൂടെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. അത് ഞാൻ ഒട്ടും വിചാരിച്ചില്ല 4 പേരും കൂടി വരുമെന്ന്. അങ്ങനെ അവിടെ കിടന്ന് ഉറങ്ങി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ പോകാനുള്ള തന്ത്രപ്പാടിലാണ്. അങ്ങനെ ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും റെഡിയായി. ഞങ്ങളുടെ കുറച്ച് വേഷം കെട്ടലുകളൊക്കെ കഴിഞ്ഞു. സാധനങ്ങളൊക്കെ എടുത്തു. അങ്ങനെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഇനി വേണ്ടത് ലഗേജസൊക്കെ ഡിക്കിയിൽ കയറ്റുക. ഞങ്ങൾ 5 പേരുടെ ലഗേജ് ഡിക്കിയിൽ കയറ്റണമല്ലോ. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇതിന് ശേഷം ഞങ്ങൾ കാറിൽ കയറാൻ പോവാണ്. ഇതാണ് നമ്മുടെ വരദ ചേച്ചിയുടെ ഫ്ലാറ്റ്. കാറിലൊക്കെ കയറി ഇനി അടുത്ത് എന്താ, വയറ് നിറയ്ക്കുക. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തതെന്നാണല്ലോ. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള സർവണ ഭവൻ പിടിക്കാം എന്നുള്ള പ്രതീക്ഷയിൽ വണ്ടി എടുത്തു. സർവണ ഭവനിൽ തന്നെ പോയി മസാല ദോശയും പൂരിയും പിന്നെ ഉപ്പുമാവും ഒക്കെയാണ് എല്ലാവരുമായിട്ട് കഴിച്ചത്. അതിനുശേഷം ഞങ്ങൾ വീണ്ടും കാറിൽ കയറി ഞങ്ങളുടെ യാത്ര തുടരുകയാണ് ടു മൂന്നാർ. പോകുന്ന വഴി പിന്നെ ഇടയ്ക്ക് കയറി കുറച്ച് പലഹാരങ്ങളും സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ലോലിപ്പോപ്പും വാങ്ങി. പിന്നെ എറണാകുളം വിട്ട് അങ്ങോട്ട് പോകും തോറും നല്ല പച്ചപ്പും ഊഷ്മളതയും ഹരിതാപവും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ സിറ്റി വിട്ട് പോകുമ്പോഴാണല്ലോ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങൾ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ. അതിമനോഹരമായ വ്യൂ തന്നെയായിരുന്നു അത്. പിന്നെ ഞങ്ങൾ കാറിൻ്റെ റൂഫ് തുറന്നു. പിന്നെ അഞ്ജന അതിലേക്കൂടി കയറി വീഡിയോ ഒക്കെ എടുക്കാനുള്ള തന്ത്രപ്പാടാണ്. അത് കഴിഞ്ഞിട്ട് ഞാനും ട്രൈ ചെയ്തു. പക്ഷെ എനിക്ക് അധികം കണ്ട് നിൽക്കാൻ പറ്റിയില്ല. പിന്നെ ഇഗ്നോർ മൈ ഫേസ്. ഞങ്ങൾ പോകുന്ന വഴിയിലായിരുന്നു കേട്ടോ ചിയാപ്പാറ വാട്ടർഫോൾസ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടോ ചിയാപ്പാറ വാട്ടർഫോൾസ് കാണുന്നത്. അങ്ങനെ അവിടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. അങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കണ്ടു കഴിഞ്ഞ് പോകാൻ നിന്നപ്പോഴാണ് അവിടെ ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്ക പോലത്തെയും പിന്നെ മുളകിട്ട പൈനാപ്പിളും മാങ്ങയൊക്കെ കണ്ടത്. അങ്ങനെ അവർ പൈനാപ്പിളും മാങ്ങയൊക്കെ മുളകിട്ടൊക്കെ കഴിച്ചു. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഉപ്പിലിട്ട് പിടിച്ചു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ മേടിച്ചു. മാങ്ങ അത്ര നന്നായിരുന്നില്ല, അത് കുറച്ച് ഫ്ലോപ്പായി പോയി. പിന്നെ അത് അവിടെ തന്നെ കളഞ്ഞിട്ട് പോണു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹൈ റേഞ്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് മൂന്നാർ എത്താറായി കേട്ടോ. ഞാൻ പിന്നെ റൂഫിലൊക്കെ കയറി നിന്ന് നല്ല രീതിയിൽ വീഡിയോ ഒക്കെ എടുത്തു. കോടയൊക്കെ വന്നിങ്ങനെ മറിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഞാൻ ഫസ്റ്റ് ടൈമാണ് മൂന്നാർ പോകുന്നത്. അതിൻ്റെ നല്ല ത്രില്ലിലും എക്സൈറ്റ്മെൻറ്റിലും ആയിരുന്നു ഞാൻ. ആൻഡ് ഫൈനലി ഞങ്ങളിത് പറക്കാട് നേച്ചർ ഹോട്ടൽ ആൻഡ് റിസോർട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ ആയിരുന്നു ഞങ്ങൾക്ക് റൂം പറഞ്ഞിരുന്നത്. അവിടെയാണെങ്കിൽ ഞങ്ങൾക്കൊരു ഗ്രാൻഡ് വെൽക്കം ആയിരുന്നു കേട്ടോ കിട്ടിയത്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പെട്ടെന്നായതുകൊണ്ട് എൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയിരുന്നില്ല. ഇതാണ് കേട്ടോ അവിടുത്തെ റിസപ്ഷനും എൻട്രൻസും ഒക്കെ ഭയങ്കര ഗ്രാൻഡായിട്ടായിരുന്നു അവിടെ സെറ്റപ്പ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്.
വെൽക്കം ഡ്രിങ്ക് ആയിട്ട് അവരൊരു സ്പൈസി ടീ തന്നിരുന്നു. ആക്ച്വലി അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ടേസ്റ്റ് ചെയ്തിട്ട് ഞാനവിടെ വെച്ചു. അതൊക്കെ കഴിഞ്ഞ് അവരിതേ ഞങ്ങളെ റൂംസ് കാണിക്കാനായിട്ട് കൊണ്ടുപോയി. 2 വില്ല പോലത്തെ ആയിരുന്നു. ഒരു വില്ലയിൽ 2 ബെഡ്റൂം, 3 ബാത്റൂം, ഒരു ഹോൾ, ഒരു ബാൽക്കണി വിത്ത് പ്രൈവറ്റ് പൂളായിരുന്നു. ആ പ്രൈവറ്റ് പൂള് കണ്ടിട്ട് സച്ചിയുടെ മൊത്തം സന്തോഷം നിങ്ങൾ കണ്ടില്ലേ? ആഹാ. അങ്ങനെ ഇത് അവിടെ ആണുങ്ങളുടെ റൂമായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം അവരുടെ റൂമാണ് കാണാൻ വന്നത്. അങ്ങനെ അവരുടെ റൂംസൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇനി അടുത്തത് ഞങ്ങളുടെ വില്ലയിലോട്ട് പോവാം. ഇവിടെയും അതുപോലെ തന്നെ 2 ബെഡ്റൂം, 2 ബാത്റൂം, ഒരു ഹോൾ ആൻഡ് ഒരു ബാൽക്കണിയാണ്. ഇവിടെ സ്വിമ്മിംഗ് പൂളില്ല. ഇതാണ് ഒരു ബാത്റൂം. ഇത് ഒരു സിംഗിൾ ബെഡ്റൂമാണ്. ആ സിംഗിൾ ബെഡ്റൂമിൽ കർട്ടൻ മാറ്റിയാലുള്ളൊരു വ്യൂ ആണിത്. പിന്നെ അടുത്തതേ നല്ല പ്രൗഢ ഗംഭീരമായൊരു ബെഡ്റൂമായിരുന്നു അത്. ഭയങ്കര ഭംഗിയില്ലേ കാണാനായിട്ട്? ഭയങ്കര രാജകീയമായ മോഡലിലാണ്. പിന്നെ ഈ ബാത്റൂം കണ്ട് ആർക്കും ഉപയോഗിക്കാൻ തോന്നില്ല കേട്ടോ. എനിക്ക് കണ്ട് ഉപയോഗിക്കാൻ തോന്നിയില്ല. ദേ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് പോലെ ഒരു ടാപ്പ്. ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു അത് കാണാൻ. ഞങ്ങൾക്ക് പിന്നെ ഇവിടെ ഉണ്ടായിരുന്നത് ജഗ്ഗൂസിയാണ്. ഞങ്ങളെല്ലാവരും കരുതി എന്നാൽ പിന്നെ ഞങ്ങൾ ജഗ്ഗൂസി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. ഇതാണ് ഞങ്ങളുടെ ബാൽക്കണി വ്യൂ. നല്ല വ്യൂ ആട്ടോ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ. പിന്നെ വിശപ്പിൻ്റെ വിളി ഞങ്ങളെ മാടി വിളിച്ചത് കൊണ്ട് ഞങ്ങൾ നേരെ ഓടി റെസ്റ്റോറൻറ്റിലേക്ക്. അവിടെ അവരുടെ ടൈമിംഗ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല വ്യൂ ഉള്ള റെസ്റ്റോറൻ്റ് ആട്ടോ. പക്ഷെ അവിടെ മെയിൻ്റെനൻസ് നടക്കുന്നതുകൊണ്ട് അവിടെ ഇരിക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അകത്തിരുന്നു. ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുള്ള ഇരിപ്പാണ്. ആ ടൈമിൽ ഞങ്ങൾ വിചാരിച്ചു റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള വ്യൂ ഞങ്ങൾക്ക് കാണാമെന്ന്. ആ സമയത്ത് ഓടി ഇറങ്ങിയതാണ് ഞാൻ. പക്ഷെ മഴയായിപ്പോയി. തിരിച്ച് ഓടിക്കയറി. പിന്നെ സൺലൈറ്റിൻ്റെ വകയുള്ളൊരു വീഡിയോ ആണിത്. നല്ല വ്യൂ അല്ലേ? ഇത് അവിടുന്ന് താഴേക്കുള്ള വ്യൂ ആണ്. എല്ലാവരും വീഡിയോ ഫോട്ടോയൊക്കെ എടുക്കാനുള്ള വെപ്രാളത്തിലായിരുന്നു. പിന്നെ ഞങ്ങൾ ആദ്യം സൂപ്പ് ഓർഡർ ചെയ്തു. അതൊക്കെ വന്നു. അത് കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ മെയിൻ കോഴ്സ് വന്നു. ചെട്ടിനാട് ചിക്കൻ ബിരിയാണി, ഗീ റൈസ്, പിന്നെ ഫിഷ് ഗ്രില്ല്, സാലഡ്, ബട്ടർ ചിക്കൻ, ചപ്പാത്തി, ഇതൊക്കെയായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ. അങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങളതേ കുളിച്ച് ഫ്രഷൊക്കെ ആയി. കാരണം ഞങ്ങളുടെ ഫോട്ടോഗ്രാഫർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണമായിരുന്നു. പിന്നെ അതേ നമ്മുടെ പിള്ളേരും എത്തി. പിന്നെ അവരും വന്നു. ദേ ഈ ജീപ്പിലാട്ടോ നമ്മൾ താഴോട്ട് പോകണത്. അതായത് ഇവിടെ ഒരു ഹിഡൻ സ്പോട്ടുണ്ട്, അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇവിടെ കേവ് റൂംസൊക്കെ. പക്ഷേ കേവ് റൂം ഒന്നും കാണാൻ പറ്റിയില്ല. അവിടെ മെയിൻ്റെനൻസ് നടക്കുന്നുണ്ട്, ഓപ്പൺ അല്ലായിരുന്നു. ഭയങ്കര ഭംഗിക്കായിട്ടോ ഇവർ ഫുള്ള് സെറ്റ് ചെയ്തിരിക്കുന്ന. ഇവിടെ റിസർവ്ഡ് ഫോറസ്റ്റ് പോലെയാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു നിഗമനം. അപ്പം ഫോട്ടോഗ്രാഫർ അവിടെ വീഡിയോ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ധൃതിയിലാണ്. ഞങ്ങളിവിടെ ഞങ്ങളുടെ ഫോട്ടോയും വീഡിയോസും എടുക്കുന്നതിൻ്റെ ധൃതിയിൽ. പക്ഷെ രണ്ടും നല്ല ഭംഗിക്ക് നടന്നു. അങ്ങനെ അവിടുത്തെ ഫോട്ടോ എടുപ്പും വീഡിയോസ് എടുപ്പും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത പോർഷനിലോട്ട് പോയി. നല്ല കോടയൊക്കെ വന്ന് മറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു. ഒറ്റ മഴ ഞങ്ങൾ വിട്ടിട്ടില്ല, എല്ലാം നനഞ്ഞിട്ടുണ്ട്. അങ്ങനെ നല്ല ചൂടോടൊരു കോഫി കുടിച്ചു. ബാക്ക് ടു റൂം. ഞാൻ ആദ്യമായിട്ടാ മൂന്നാറ് വരുന്നേ. ആ ആഗ്രഹം വനിത ചേച്ചി സാധിച്ചു തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. വെൽക്കം. അപ്പോൾ പാർട്ട് 1 വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ആ പാർട്ടിൽ പറയാം. അപ്പം ബൈ ബൈ.